Okay, ich messe den Blutdruck, den Puls und die Temperatur. ആ ഞാൻ രക്തസമ്മർദ്ദം പൾസ് താപനില Okay. Ich messe den Blutdruck, den Puls, then the temperature. Temperature. ഞാൻ രക്തസമ്മർദ്ദം പൾസ് താപനില എന്നിവ അളക്കുന്നു. മനസ്സിലായല്ലോ. അപ്പൊ അളക്കുന്നതിനാണ് മെസ്സൻ. മനസ്സിലായ? സഹായിക്കുന്നതിനാണ് ഉണ്ടർസ്റ്റുഡ്സൻ. സഹായിക്കുന്നതിന് വേറൊരു വെർബുണ്ട് ഹെൽഫൻ. എന്ന് വെച്ചാൽ ഇത് സപ്പോർട്ട് ചെയ്യുക, മൊത്തത്തിൽ ഹെൽപ്പല്ല, സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്ത Ich verteile die Medikamente nach ärztlicher Verordnung. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞാൻ മരുന്നുകൾ വിതരണം ചെയ്യുന്നു. അപ്പൊ ഫെർട്ടൈല് എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുക, ചെയ്യാനാണോ? നിർദ്ദേശപ്രകാരം അല്ലേ? അപ്പൊ നിർദ്ദേശപ്രകാരമാണിത്. Verordnung. Ärztliche Verordnung. ഡോക്ടറുടെ നിർദ്ദേശം. Verordnung. Ärztliche Verordnung. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം. Die dokumentiere den Ich dokumentiere ich dokumentiere den Zustand der Patientin. അത് genetic കേസാ. Zustand der Patient im Computer. കമ്പ്യൂട്ടർ രേഖപ്പെടുത്തുന്നു, ഡോക്യുമെന്റ് ചെയ്യുന്നു. കണ്ടീഷൻ, Zustand കണ്ടീഷൻ ഓഫ് ദി പേഷ്യന്റ്. മനസ്സിലായോ? ആരോഗ്യസ്ഥിതി. അടുത്തതായി ഷൽഫെ den Patientin beim Aufstehen und Gehen. എഴുന്നേൽക്കാനും നടക്കാനും പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. Wechsle, verbinden und versorge Wunden. ഫെർബാൻഡ് വെക്സലും ചെയ്യുക, ബാൻഡേജ് ചേഞ്ച് ചെയ്യുക, പിന്നെ ഫെർസോഗെ വൂണ്ടൻ, വൂണ്ട് കെയർ ചെയ്യുക, മുറിവുകൾ വെച്ച് കെട്ടുക. മനസ്സിലായോ? ബാൻഡേജ് മാറ്റുക, വെക്സലൻ മാറ്റുക. ഫെർബാൻഡ് ബാൻഡേജ്. ഫെർസോഗ എന്ന് പറഞ്ഞാൽ മുറിവ് വെച്ച് കിട്ടുന്നത്, കെയർ ചെയ്യുന്നത്. ഫെർസോഗ. Ich bringe den Patienten das Essen und helfen ihnen bei Bedarf. Bedarf എന്ന് വെച്ചാൽ ആവശ്യം ഉണ്ടെങ്കിൽ. മനസ്സിലായോ? Bedarf. bring എന്ന് പറഞ്ഞാൽ കൊണ്ടുവരും. പേഷ്യന്റിന്. ഇത് ഗെനറ്റിക് കേസാ, പക്ഷെ ഇത് ഡാറ്റീവ. Ich bringe den Patienten das Essen und helfe ihnen bei Bedarf. ആവശ്യം ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യും. Ich arbeite eng mit den Ärzten und dem Team zusammen. Ich arbeite eng. ചേർന്ന്. എങ്ങെന്ന് വെച്ചാൽ ചേർന്ന്, തിക്കായിട്ട്. മനസ്സിലായോ? തിക്ക്. ചേർന്ന് പ്രവർത്തിക്കുന്നു. Ich arbeite. ആർബൈറ്റൻ മിറ്റ്, അവരുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ആർബൈറ്റൻ മിറ്റ് ആർട്ടിസ്റ്റിന്റെ കൂടെ, ടീമിന്റെ കൂടെ. സുസാമൻ ആർബൈറ്റ്, ചേർന്ന് പ്രവർത്തിക്കുക. Ich behandle mit Respect und Empathy. ബഹുമാനത്തോടും കൂടി പെരുമാറണം. മനസ്സിലായോ? Ich behandle. ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. അവിടെ കേറണ്ട, പൂച്ച ഇറങ്ങിക്കോ. അവിടെ കേറട്ടെ.